ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഹാരപ്പയുടെ വിദൂര വാണിജ്യ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ കോണ്ടാക്ട് വിത്ത് ഡിസ്റ്റൻറ്റ് ലാൻഡ്സ് ഓർ ട്രേഡ് റിലേഷൻസ് വിത്ത് വേൾഡ്. ലോകത്തിന് മറ്റു ഭാഗങ്ങളുമായിട്ട് ഹാരപ്പയ്ക്ക് ഏത് രീതിയിലുള്ള ട്രേഡ് ആക്ടിവിറ്റീസ് ആണ് ഉണ്ടായിരുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ ഹാരപ്പയിലെ ട്രേഡ് ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ പുരാവസ്തുപരമായുള്ള തെളിവുകൾ വെച്ചിട്ടാണ് നമ്മൾ ഹാരപ്പയ്ക്ക് വിദൂര വാണിജ്യം ഉണ്ടായിരുന്നത് മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട സോഴ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കിയോളജിക്കൽ ഫൈൻഡ്സ് ആണ്. The main source of long distance contact includes seals, weights, dice, beads, etc. പ്രധാനമായിട്ടും ഈ നമ്മൾ ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സിനകത്ത് കണ്ടെത്തിയിട്ടുള്ള സീലുകൾ, പിന്നെ വെയ്റ്റുകൾ, തൂക്കക്കട്ടികൾ, ഡൈസ്, പകിടകൾ, ബീഡ്സ്, കൺമണികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഹാരപ്പയിൽ ഉണ്ടായിരുന്ന വിദൂര വാണിജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഹാരപ്പയ്ക്ക് വിദൂര രാജ്യങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പറയുന്നത് ഒമാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന മാഗൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒമാൻ പെനിൻസുലയുമായിട്ടായിരുന്നു പ്രധാനമായിട്ടും ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നത്. ഹാരപ്പൻസ് പ്രോബബ്ലി ഹാഡ് ട്രേഡ് കോണ്ടാക്ട് വിത്ത് ഒമാൻ പെനിൻസുല, അല്ലെങ്കിൽ മാഗൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒമാനുമായിട്ട് ട്രേഡ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഒമാനിൽ നിന്നും കളക്ട് ചെയ്തിരുന്ന, അല്ലെങ്കിൽ ഒമാനിൽ നിന്നും ഹാരപ്പയിലേക്ക് വാങ്ങിയിരുന്ന സാധനങ്ങൾ കോപ്പർ അല്ലെങ്കിൽ ചെമ്പായിരുന്നു. ഇനി നമ്മൾ നോക്കുമ്പോഴേക്കും chemical analysis have shown that both Omani copper and Harappan artifact have traces of nickel, which suggest a common origin. നമ്മൾ ഒമാനിൽ നിന്ന് കണ്ടെത്തിയ ഈ ഒമാനി കോപ്പറിനും ഹാരപ്പയിൽ ഉണ്ടായിരുന്ന ആർട്ടിഫാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാരപ്പക്കാർ അല്ലെങ്കിൽ മാൻമെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളെയാണ് നമ്മൾ ആർട്ടിഫാക്റ്റ് എന്ന് വിളിക്കുന്നത്. അതിനകത്ത് പെയിൻറ്റിങ്സ് ഉണ്ടാവാം, ടൂൾസ് ഉണ്ടാവാം, സീലുകൾ ഉണ്ടാവാം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കും, ആർട്ടിഫാക്റ്റുകൾ എന്ന പേരിൽ വിളിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒമാനി കോപ്പറും അതിനോടൊപ്പം തന്നെ ഹാരപ്പൻ ആർട്ടിഫാക്റ്റും അതിന് ഈ രണ്ട് വസ്തുക്കൾക്കകത്തും നമുക്ക് എന്ത് കാണാൻ പറ്റും, നിക്കൽ എന്ന് പറഞ്ഞൊരു ധാതുവിൻ്റെ ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം കാണാനായിട്ട് സാധിക്കും. ഇത് കാണിക്കുന്നത് ഒരു കോമൺ ഒറിജിൻ, ഈ രണ്ടും ഏകദേശം ഒരേ സ്ഥലത്ത് നിന്നാണ് ഒറിജിൻ ചെയ്തതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഈ രണ്ട് സാധനങ്ങളും ഏകദേശം ഒരു കാലഘട്ടത്തിലുണ്ടായതാണെന്ന് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ദെൻ ദെയർ ആർ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ സർട്ടൻ അതർ ടൈപ്സ് ഓഫ് ഒബ്ജക്ട്സ് ഫൗണ്ട് അറ്റ് ദിസ് സൈറ്റ്. അതോടൊപ്പം തന്നെ ഈ ഒമാൻ ഏരിയാസ് നിന്നും അല്ലെങ്കിൽ ഹാരപ്പയുടെ സൈറ്റുകളിൽ നിന്നെല്ലാം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഹാരപ്പൻ പ്രദേശങ്ങളിൽ നിന്ന് ഒമാൻ്റേത് എന്ന് പറയപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് വസ്തുക്കൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒമാൻ ഏരിയാസിൽ നിന്നും ഹാരപ്പയുടേതെന്ന് പറയപ്പെടുന്ന ഒരുപാട് വസ്തുക്കൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ബാർട്ടർ സമ്പ്രദായത്തിൽ അധിഷ്ഠിതമായിട്ടൊരു കച്ചവടമാണ് പണ്ടൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള വസ്തുക്കൾ മറ്റൊരാൾക്ക് കൊടുക്കുകയും അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാൽ ഈ ഹാരപ്പൻ ജാർ കോട്ടഡ് വിത്ത് എ തിക്ക് ലെയർ ഓഫ് ബ്ലാക്ക് ക്ലേ ഹാസ് ബീൻ ഫൗണ്ട് ഇൻ ഒമാൻ. ഒമാനിൽ നിന്നും നമ്മൾ കണ്ടെടുത്തിട്ടുള്ള ഒരു ബ്ലാക്ക് ക്ലേ കൊണ്ടുണ്ടാക്കിയ, കറുത്ത കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഹാരപ്പൻ ജാറ് അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ്. ചിലപ്പോൾ ഈ ഹാരപ്പൻ ജാർ അവർ എക്സ്ചേഞ്ച് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ അതിനകത്തുള്ള വസ്തുക്കൾ എന്തെങ്കിലും എക്സ്ചേഞ്ച് ചെയ്തതായിരിക്കാം. അപ്പോൾ അത് നമുക്ക് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഒമാനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഹാരപ്പയും ഒമാനും തമ്മിലുള്ള വാണിജ്യ ബന്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു തെളിവാണ്. ഇനി മെസ്സപ്പൊട്ടോമിയയും ഹാരപ്പയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ബന്ധം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മെസ്സപ്പൊട്ടോമിയും ഒരു ബ്രോൺസ് ഏജ് സിവിലൈസേഷനാണ്. അപ്പോൾ മെസ്സപ്പൊട്ടോമിയയിലെ ടെക്സ്റ്റുകൾ പറയുന്നത് റെഫർ ടു കോണ്ടാക്ട് വിത്ത് റീജിയൻസ് നെയ്മഡ് ദിൽമൂൺ, ദെൻ മാഗൻ ആൻഡ് മെലൂഹ. ഈ മൂന്ന് സ്ഥലങ്ങളുമായിട്ട് അവർ വാണിജ്യബന്ധം നടത്തിയെന്ന് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ സ്ഥലം ദിൽമൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ബഹ്റിൻ ഏരിയയാണ്. ദെൻ മാഗൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഒമാനാണ്. ദെൻ മെലൂഹ എന്ന് പറയുന്നത് ഹാരപ്പയാണ്. അപ്പോൾ ഈ മൂന്ന് പ്രദേശങ്ങളുമായിട്ടും ആർക്ക് ട്രേഡ് ഉണ്ടായിരുന്നു? മെസ്സപ്പൊട്ടോമിക്ക് ട്രേഡ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒമാനും ഹാരപ്പയും തമ്മിലുള്ള ബന്ധം ഇതിനു മുമ്പ് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് മെസ്സപ്പൊട്ടോമിയും ഹാരപ്പയും തമ്മിൽ എങ്ങനെയാണ് ബന്ധമുണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സോഴ്സ് നമ്മൾ പറയുന്നുണ്ട് എന്താണ്, മെസ്സപ്പൊട്ടോമിയൻ ടെക്സ്റ്റുകളിൽ അവർ ട്രേഡ് ആക്ടിവിറ്റീസ് നടത്തിയ സ്ഥലമായിരുന്ന എവിടത്തെക്കുറിച്ച്, മെലൂഹ അല്ലെങ്കിൽ ഹാരപ്പ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് പരാമർശം ഉണ്ട്. ഇനി നമ്മൾ നോക്കിയാൽ ഈ അതിന് കുറേ കൂടെ ഒരു സാക്ഷ്യപ്പെടുത്താനായിട്ട് നമ്മൾ മറ്റൊരു തെളിവ് വരുന്നതെന്ന് വെച്ചാൽ മെസ്സപ്പൊട്ടോമിയൻ മിത്ത് പ്രകാരം ഹാജ ബേഡ് എന്ന് പറഞ്ഞൊരു ബേഡ് ഉണ്ട്. ഹാജ ബേഡ് എന്ന് പറഞ്ഞൊരു ബേഡിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. ചില ചരിത്രകാരന്മാർ പറയുന്നത് ഈ ഹാജ ബേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പീക്കോക്ക് മയിലാണെന്നാണ്. അപ്പോൾ മയിൽ ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലം നമ്മുടെ ഇന്ത്യയാണ്. അപ്പോൾ ഈ ഹാരപ്പൻ ഏരിയാസിൽ നിന്നുള്ള ഒരു ട്രേഡ് റിലേഷൻസിനെ കാണിക്കാനായിട്ട് നമ്മൾ ഈ ഹാജ ബേഡിനെ പീക്കോക്കായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇനി ദേ മെയിൻറ്റെയിൻ ദ പ്രോഡക്റ്റ് ഫ്രം മെലൂഹ. അതോടൊപ്പം തന്നെ മെസ്സപ്പൊട്ടോമിയൻ ടെക്സ്റ്റുകൾ പറയുന്നുണ്ട് അവർ മെലൂഹയിൽ നിന്നും ഒരുപാട് പ്രോഡക്ട്സുകൾ വാങ്ങിയിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? കർണേലിയൻ ഉണ്ട്, ലാപ്പിസ് ലസൂലി ഉണ്ട്, കോപ്പർ, ഗോൾഡ്, വെറൈറ്റീസ് ഓഫ് വുഡ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഹാരപ്പയിൽ നിന്നും മെലൂഹയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന് ആര് പറയുന്നു? മെസ്സപ്പൊട്ടോമിയൻസ് പറയുന്നു.
ഇതിനകത്ത് നമ്മൾ ഈ കർണൈലിൻ പറഞ്ഞു, കർണൈലിൻസിൽ സൂര്യകാന്ത കല്ലുണ്ട്, പിന്നെ ലാപ്പിസ് ലസുലി എന്ന് പറയുന്ന ഒരു ഇന്ദ്രഗോപ കല്ല്, നീല കളറുള്ള കല്ലുണ്ട്, കോപ്പറുണ്ട്, ഗോൾഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വസ്തുക്കൾ നമ്മൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. മെലൂഹിൽ നിന്നും മെസപ്പൊട്ടോമിയ വരെ വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മെസപ്പൊട്ടോമിയയും മെലൂഹയും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇനി തന്നെ അടുത്ത് നോക്കുക, മെസപ്പൊട്ടോമിയൻ ടെക്സ്റ്റ് റെഫർ ടു മെലൂഹ ആസ് എ ലാൻഡ് ഓഫ് സീഫെറൈറ്റ്സ്. സീഫെറൈറ്റ്സിൻ്റെ ലാൻഡായിട്ട് ഇതിനെ വിളിക്കുന്നുണ്ട്, മെസപ്പൊട്ടോമിയ വിളിക്കുന്നുണ്ട്. ബിസൈഡ് വി ഫൈൻഡ് എ ഡെപിക്ഷൻസ് ഓഫ് ഷിപ്പ് ആൻഡ് ബോട്ട്സ് ഓൺ സീ. അതായത് ഈ പറയുന്ന കടലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കടൽ തീരവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളായിട്ടാണ് നമ്മൾ ഏതിനെ മെസപ്പൊട്ടോമിയൻ ടെക്സ്റ്റുകൾ മെലൂഹിയെ പറയുന്നത്. കാരണം ഈ പറയുന്ന ട്രേഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ കരമാർഗത്തേക്കാൾ കൂടുതൽ കടൽ മാർഗം എന്ന് പറയുന്ന അല്ലെങ്കിൽ സീ നാവിഗേഷൻ വഴിയിട്ടുള്ള ഒരു പ്രോസസ്സായിരുന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കണ്ടെടുത്ത സീലുകളിലെല്ലാം ഷിപ്പുകളുടെയും ബോട്ടുകളുടെയൊക്കെ പടങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഹാരപ്പയിൽ നിന്ന് കണ്ടെടുത്ത സീലുകളിലൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും, അവിടുത്തെ ബോട്ടുകൾ, ഷിപ്പുകൾ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം എന്തിനെ സാക്ഷ്യപ്പെടുത്തുന്നു, ഹാരപ്പയ്ക്ക് മറ്റുള്ള പ്രദേശങ്ങളുമായിട്ട് ട്രേഡ് ആക്ടിവിറ്റീസ് ഉണ്ടായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ അടുത്തൊരു പിക്ചറിലേക്ക് നോക്കുക. ഈ പിക്ചറിൽ ഫസ്റ്റ് കാണുന്ന പിക്ചറാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒമാനിൽ നിന്ന് കണ്ടെത്തിയ ബ്ലാക്ക് ജാർ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് നോക്കുക. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിലിണ്ട്രിക്കൽ സീലാണ്. മെസപ്പൊട്ടോമിയയുടെ ഒരു ടിപ്പിക്കൽ മെസപ്പൊട്ടോമിയയിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട സീലാണ് ഈ പറയുന്ന സിലിണ്ട്രിക്കൽ ഷേപ്പിൽ, ഒരു സിലിണ്ടറിൻ്റെ ഷേപ്പിൽ ഇരിക്കുന്ന സീല്. അതിനകത്തൊരു സാധനത്തിന് ഒരു മോട്ടിഫിനെ നമ്മൾ ഇംപ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്. ആ പിക്ചർ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, അതൊരു ഹംപ്ഡ് ബുള്ളാണ്. ഹംപ്ഡ് ബുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ മുതുകത്ത് കൂനയുള്ള കാളയാണ് നമ്മുടെ ഹംപ്ഡ് ബുള്ളെന്ന് വിളിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, കാളയുടെ മുതുകത്ത് ഇങ്ങനെ ഒരു പൊങ്ങിയിരിക്കുന്നൊരു ഓട്ടത്തിൻ്റെ ഇതുപോലുള്ളൊരു പൊങ്ങിയിരിക്കുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഹംപ്ഡ് ബുള്ള എന്ന പേരിൽ വിളിക്കുന്നത്. ഈ ഹംപ്ഡ് ബുള്ളിൻ്റെ മോട്ടീഫ് ഇറ്റ് അപ്പിയേഴ്സ് ടു ബി ഡിറൈവ്ഡ് ഫ്രം ദ ഇൻഡസ് റീജിയൻ. അതെന്തായാലും മെസപ്പൊട്ടോമിയയിൽ ഈ പറയുന്ന വസ്തുവില്ല, കാളകളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് എവിടെ നിന്ന് വന്നതായിരിക്കാം, ഇൻഡസ് ഒറിജിൻ ആണെന്നാണ് പറയപ്പെടുന്നത്. ഹിസ്റ്റോറിയൻസ് പറയുന്നത് ഇൻഡസുമായിട്ടുള്ള റിലേഷൻ്റെ ഫലമായിട്ട് അവരുടെ സീലിൽ നിന്ന് കിട്ടിയൊരു കോപ്പിയാണ് എന്ന് പറയാം ഈ പറയുന്നത് ഹംപ്ഡ് ബുൾ എന്ന് പറയാം. ഇനി തന്നെ അടുത്ത പിക്ചർ നോക്കുക. റൗണ്ട് പേർഷ്യൻ ഗൾഫ് സീൽ ഫൗണ്ട് അറ്റ് ബഹ്റിൻ. അടുത്തത് ബഹ്റിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു പേർഷ്യൻ സീലാണ്. അതിനകത്തും എന്ത് കാണാൻ പറ്റും, ഹാരപ്പൻ മോട്ടീവ്സ് കാണാൻ പറ്റും. ഇൻട്രസ്റ്റിംഗ്ലി ലോക്കൽ ദിൽമൻ ബേറ്റ്സ് ഫോളോഡ് ദ ഹാരപ്പൻ സ്റ്റാൻഡേർഡ്. അതുപോലെ തന്നെ ഹാരപ്പയിൽ എങ്ങനെയാണോ അളവ് തൂക്കങ്ങൾ ഉപയോഗിച്ചത് അതുപോലെയുള്ള അളവ് തൂക്ക സമ്പ്രദായങ്ങൾ ആരും കോപ്പി ചെയ്തു, ലോക്കലായിട്ടുള്ള ബഹ്റിനിലെ ആൾക്കാരും കോപ്പി ചെയ്തിരുന്നത് പറയാം. അപ്പോൾ ഇതിനകത്തുള്ള ആ പിക്ചറിൽ നോക്കുക, അതിൽ നമുക്ക് എന്തിനെ കാണാൻ പറ്റും, ഒരു ഹംപ്ഡ് ബുള്ളിനെ കാണാൻ പറ്റും. അപ്പോൾ ആ ഹംപ്ഡ് ബുള്ളും എവിടെ നിന്ന് വന്നായിരിക്കാം, ഹാരപ്പയിൽ നിന്നും വന്ന സാധനങ്ങളായിരിക്കാം എന്നാണ് പറയുന്നത്. മറ്റേ ഈ പറയുന്ന ഒമാനായാലും ബഹ്റിനായാലും പിന്നെ ഈ മെസപ്പൊട്ടോമിയ ഏരിയയെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം +1 പഠിച്ചിട്ട് മെസപ്പൊട്ടോമിയൻ ഏരിയാസ് പഠിച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു എന്താണ്, ഈ ഇൻഡസുമായിട്ടൊരു ട്രേഡ് റിലേഷൻസ് കൊണ്ട് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ജിയോഗ്രഫിക്കലി നോക്കിയാൽ ഒരുപാട് വ്യത്യാസങ്ങളുള്ള പ്രദേശങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ മെസപ്പൊട്ടോമിയയും ഒമാനും അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം. അപ്പോൾ അവിടെ നമുക്ക് ഒരിക്കലും എന്തിനെ കാണാൻ സാധിക്കില്ല, ഒരു ഹംപ്ഡ് ബുള്ളിനെ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇതെല്ലാം എവിടെ നിന്ന് കോപ്പി ചെയ്തായിരിക്കാം, ഇൻഡസ് വാലിയിൽ നിന്ന് കോപ്പി ചെയ്തായിരിക്കാം എന്ന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുമ്പോഴേക്കും സീലുകളും സീലിങ്സും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചതെന്നാണ് നമ്മൾ പറയുന്നത്. മുദ്രകൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് ധാരാളമായിട്ട് ഉപയോഗിച്ചെന്ന് നോക്കാം. സീൽസ് ആൻഡ് സീലിങ്സ് വെയർ യൂസ്ഡ് ടു ഫെസിലിറ്റേറ്റ് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. വിദൂര വാണിജ്യവുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ വിദൂര വാണിജ്യത്തിനാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചത്, സീലുകളും സീലിങ്സും ഒക്കെ ഉപയോഗിച്ചത്. വെൻ എ ബാഗ് ഓഫ് ഗുഡ്സ് വാസ് സെൻഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇറ്റ്സ് മൗത്ത് വാസ് ടൈഡ് വിത്ത് എ റോപ്പ്. ഒരു നമ്മളിപ്പോൾ സാധനങ്ങൾ കൊടുത്തയക്കുന്ന, ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ബീഡ്സ്, കൺമണികൾ കൊടുത്തയക്കുകയാണ്. ഇപ്പോൾ ചാൻഹുദാരോട് നമ്മൾ ഈ പറയുന്ന ബീഡ്സ് കൊടുത്തയക്കുകയാണെന്ന് നോക്കുക. അപ്പോൾ ഈ ബീഡ്സ് എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യും, പാക്ക് ചെയ്യുന്നുണ്ട്. പാക്ക് ചെയ്തൊരു ചാക്കിൽ അല്ലെങ്കിൽ എന്താണ് ഒരു എന്തെങ്കിലും ഒരു വസ്തുവിനകത്ത്, ഒരു ബാഗിനകത്തേക്ക് നമ്മൾ ഈ വസ്തുക്കളെല്ലാം കൂടെ, ഈ ബീഡ്സ് എല്ലാം കൂടെ ഇട്ടതിന് ശേഷം അതിൻ്റെ ഫ്രണ്ട് ഓപ്പണിംഗ് സൈഡ് എന്ത് ചെയ്യും, നമ്മൾ കെട്ടാറുണ്ട്. അതിൻ്റെ മൗത്ത് നമ്മൾ റോപ്പ് വെച്ചിട്ട് കെട്ടും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ മുകളിലേക്ക് ഓൺ ദ നോട്ട് വാസ് അഫിക്സഡ് സം വെറ്റ് ക്ലേ. അതിന് മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, വെറ്റ് ക്ലേ എന്ന് വെച്ചാൽ നനഞ്ഞ കളിമണ്ണ് പ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ നനഞ്ഞ കളിമണ്ണ് അതിൻ്റെ മുകളിലേക്ക് പതിച്ച് വയ്ക്കും. വിച്ച് ഒൺ ഓർ മോർ സീൽസ് വെയർ പ്രസൻറ്റ്. അതിന് മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ വെറ്റ് ക്ലേയുടെ മുകളിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ സീലുകൾ ഇംപ്രസ് ചെയ്യുന്ന വെച്ചാൽ സീലും കൊണ്ട് അടിച്ചു വിടും. അപ്പോൾ ഈ സീല് നമ്മൾ വെറ്റ് ക്ലേയിലേക്ക് പതിക്കുമ്പോഴേക്കും സീലിന് ആ മുദ്ര എന്തിൽ പതിഞ്ഞിരിക്കും, ആ ഒരു വെറ്റ് ക്ലേക്ക് അത് പതിഞ്ഞിരിക്കും. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുക. ഇപ്പോൾ എന്തെങ്കിലും വസ്തുക്കൾ നമ്മൾ ബാഗിനകത്തേക്കാക്കും, ബാഗിൻ്റെ ഫ്രണ്ട് ഓപ്പണിംഗ് എൻഡ് നമ്മൾ എന്ത് ചെയ്യും, റോപ്പ് വെച്ച് കെട്ടും. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ക്ലേ വയ്ക്കും. ആ ക്ലേയുടെ മുകളിൽ നമ്മൾ സീല് ചെയ്യുകയും ചെയ്യും. ഇഫ് ദ ബാഗ് റീച്ച്ഡ് വിത്ത് ഇറ്റ്സ് സീലിംഗ് ഇൻടാക്ട്,
ഈ സീൽ ബ്രേക്ക് ആവാതെ ഇപ്പം നമ്മൾ അയച്ച സാധനം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് കിട്ടുകയാണെങ്കിൽ ഇറ്റ് മീൻ ദാറ്റ് ഇറ്റ് ഹാഡ് നോട്ട് ബീൻ ടാമ്പേർഡ് വിത്ത്. ഇതിനകത്തൊന്നും നഷ്ടപ്പെട്ടില്ലെന്നും അതിനിടയ്ക്ക് പൊട്ടിച്ച് നോക്കില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദ സീലിംഗ് എസ്റ്റാബ്ലിഷ്ഡ് ഐഡൻറ്റിറ്റി ഓഫ് ദ സെൻഡർ. ആ ഒരു സീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻഡറിൻ്റെ ഐഡൻറ്റിറ്റി, എവിടെ നിന്നാണ് അയച്ചത് എന്നുള്ളതിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താനുള്ള ഒന്നായിട്ട് നമ്മൾ കരുതപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാരും ഒരേ രീതിയിലുള്ള സീലുകൾ ചിലപ്പോൾ ഒരേ രീതിയിലുള്ള സീലുകളായിരിക്കണമെന്നില്ല, പിന്നെ ഒരേ രീതിയിലായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ നിന്നും അയക്കുന്ന വസ്തുക്കളുടെ വ്യത്യാസം മനസ്സിലാക്കാനുണ്ടെങ്കിൽ അവിടുത്തെ സെൻഡറിൻ്റെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ പറഞ്ഞ സീലിംഗ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സീലിങ്സിനെ കുറിച്ച് പറയുന്നത്. ഇനി നോക്കുക, ഈ സീൽസിൻ്റെ പ്രത്യേകതകൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹാരപ്പൻ സീൽസ് യൂഷ്വലി ഹാവ് എ ലൈൻ ഓഫ് റൈറ്റിംഗ്. ഈ നമ്മൾ പതിച്ചു വയ്ക്കുന്ന സീലുകളുടെ പ്രത്യേകത, സീലിൽ ഒരു ലൈൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ലൈൻ എഴുത്തുണ്ടാവും. സീൽ ഹാഡ് ദ നെയിം ആൻഡ് ടൈറ്റിൽ ഓഫ് ദ ഓണർ. അതായത് നമ്മളിപ്പോൾ ഒരു സീലെടുത്ത് നോക്കുകയാണെങ്കിൽ സീലിൻ്റെ മുകളിൽ ആ സീൽ അയച്ച ആളിൻ്റെ പേരും അയാളുടെ ടൈറ്റിലും, അയാൾ എന്ത് ടൈപ്പ് മർച്ചൻ്റ് ആണെന്നോ അല്ലെങ്കിൽ അയാൾ എവിടെ നിന്നാണ് അത് അയച്ചതെന്നോ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നോട്ട് ഉണ്ടാവും. ഇനി ദ സീൽ ഹാഡ് എ മോട്ടീഫ്, ജനറലി ആൻ ആനിമൽ. ഈ സീലിന് എന്തുണ്ടാകും? ഒരു മോട്ടീഫ് ഉണ്ടായി. മോട്ടീഫ് എന്ന് വെച്ചാൽ ഒരു മുദ്രയും കൂടെ ഉണ്ടാവും. അത് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മൃഗങ്ങളാണ്. ഒന്നെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ഹംബഡ് ബിള്ളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും വസ്തുക്കൾ അതിനകത്ത് ഇംപ്രിൻ്റ് ചെയ്തിരിക്കും. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ വിച്ച് കൺവേഡ് എ മീനിങ് ടു ദോസ് ഹു കുഡ് നോട്ട് റീഡ്. അത് വായിക്കാൻ അക്ഷരാഭ്യാസമില്ലാതെ എഴുത്തും വായനയെ അറിയാത്ത ആൾക്കാർക്ക് മനസ്സിലാവാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്നൊരു മുദ്ര അതിനകത്ത് പതിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മുദ്രയും ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന മുദ്രയും തമ്മിലും എന്തുണ്ടായിരിക്കും? ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഇനി സീൽസ് വെയർ ബേസിക്കലി യൂസ് ടു കൺവേ ദ ഐഡൻറ്റിറ്റി ഓഫ് ദ സെൻറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൻറ്ററിൻ്റെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടും പിന്നെ എന്താണ് ഫെസിലിറ്റേറ്റ് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ, വിദൂര വാണിജ്യം നടത്താനും വേണ്ടി അല്ലെങ്കിൽ ദീർഘദൂര വാണിജ്യം നടത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, സീലുകൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞല്ലോ ഇതിൻ്റെ മുകളിലൊരു റൈറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ക്രിപ്റ്റിൻ്റെ പിക്ചറാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന അതിൻ്റെ പിക്ചറാണ് ദ ഹാരപ്പൻ ഇൻസ്ക്രിപ്ഷൻ. അത് ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയ ഇൻസ്ക്രിപ്ഷനാണ്. ദേ വർ ഷോർട്ട്, അത് വളരെ ചെറുതാണ്. ദ സ്ക്രിപ്റ്റ് വാസ് നോട്ട് ആൽഫബറ്റിക്കൽ ആൻഡ് റിട്ടൺ റൈറ്റ് ടു ലെഫ്റ്റ്. ഇത് ഒരു ആൽഫബറ്റിക്കല്ല, അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ ഒരുപാട് ചിഹ്നങ്ങൾ അല്ലെങ്കിൽ പിക്ചറുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പിക്ചോഗ്രാഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആൽഫബറ്റുകൾക്ക് പകരമായിട്ട് ഒരു പിക്ചറുകൾ ആഡ് ചെയ്തിട്ടുള്ള ലിപിയാണ് ഹാരപ്പയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. റൈറ്റ് ആൻഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വലതു നിന്ന് ഇടതേക്ക് എഴുതുന്ന രീതിയിലാണ് നമ്മൾ ഹാരപ്പയിലെ ലിപികൾ കണ്ടെത്തിയിരിക്കുന്നത്. മെനി സൈൻസ് വെയർ യൂസ്ഡ് ആൻഡ് ദേ ആർ അറൌണ്ട് 375 to 400 ഇൻ നമ്പേഴ്സ്. ധാരാളം സിമ്പിൾസ് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നു. ഒരു 375-400ഓളം സിമ്പിൾസ് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സും മലയാളം ലെറ്റേഴ്സും ഒക്കെ എഴുതുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് നമ്മൾ 26 ലെറ്റേഴ്സ് നമ്മൾ പറയും പോലെ ഇതിലെന്ത് ചെയ്യും? കാര്യങ്ങൾ വ്യക്തമാക്കാനായിട്ട് 375 പുറത്ത് 400 വരെ ഉള്ള സിമ്പിൾസാണ് അവർ എഴുതാനായിട്ട് ഉപയോഗിച്ചിരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത, ദ സ്ക്രിപ്റ്റ് സ്റ്റിൽ റിമെയിൻസ് അൺഡിസ്പ്ലേഡ് ടു ഡേറ്റ്. പക്ഷേ ഇതുവരെയും നമുക്ക് ആ സ്ക്രിപ്റ്റിനെ പൂർണ്ണമായിട്ട് വായിച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ഫോൾട്ട് ഇപ്പോഴും നമുക്ക് ഉണ്ടെന്ന് പറയാം. അത് കറക്റ്റായിട്ട് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. ഫസ്റ്റ് പറഞ്ഞ ഹാരപ്പൻ സീലുകളുടെ പ്രത്യേകത, സെക്കൻഡ് പറഞ്ഞത് സ്ക്രിപ്റ്റിൻ്റെ പ്രത്യേകത. ഹാരപ്പൻ സീൽസിൽ ലൈൻ ഓഫ് റൈറ്റിംഗ് ഒരു വരിയിൽ എഴുതിയിട്ടുണ്ടാവും. അതിനകത്ത് ഒന്നെങ്കിൽ പറയുന്ന ആളുടെ പേരും അയാളുടെ ടൈറ്റിലും ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ജാൻഹുദാരയിൽ നിന്നും ഒരു ബീഡ് മെർച്ചൻ്റാണ് സാധനങ്ങൾ അയക്കുന്നതെങ്കിൽ അയാളുടെ പേര് മുകളിലുണ്ടാവും, അതിൻ്റെ താഴെയിട്ട് ബീഡ് മെർച്ചൻ്റ് ആണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു മോട്ടീഫ് ഉണ്ടായിരിക്കും. ഇത് അയക്കുന്ന സ്ഥലത്തെ ആൾക്കാർക്ക് ഈ വായിച്ചെടുക്കാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ അവിടെ ഒരു മോട്ടീഫ്, ഒരു അനിമലിൻ്റെ പിക്ചറോടെ പഞ്ച് ചെയ്തിരിക്കും. പിന്നെ നമ്മൾ ഹാരപ്പൻ ഇൻസ്ക്രിപ്ഷൻസ് നോക്കിയാൽ വളരെ ഷോർട്ടാണ്, ചെറിയ ലൈൻസാണ് കാണാൻ പറ്റുന്നത്. അത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എഴുതുന്ന രീതിയിലാണ്, ആൽഫബറ്റിക്കലല്ല, പകരം അത് പിക്ചോഗ്രാഫിക്കാണ്. പിന്നെ അതിനകത്ത് നമ്മൾ 375 മുതൽ 400 വരെയുള്ള നമ്പേഴ്സ് അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ടും ഇതുവരെ തന്നെ വായിച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇനി നമ്മൾ വെയ്റ്റിംഗ് സിസ്റ്റം നോക്കിയാൽ ഹാരപ്പയിലെ അളവ് തൂക്ക സമ്പ്രദായം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്. നോക്കുക. എക്സ്ചേഞ്ചേഴ്സ് വെയർ റെഗുലേറ്റഡ് ബൈ എ പ്രിസൈസ് സിസ്റ്റം ഓഫ് വെയ്റ്റ്സ് യൂഷ്വലി മെയ്ഡ് ഓഫ് എ സ്റ്റോൺ കോൾഡ് ചെർട്ട്. ചെർട്ട് എന്ന് പറയുന്നൊരു പ്രത്യേക കല്ലുകളിലാണ് ഇവിടുത്തെ വെയിറ്റുകൾ ഉണ്ടാക്കുന്നത്. നമ്മൾ സീലുകൾ ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞു സ്റ്റിയേറ്റേറ്റ് എന്ന് പറഞ്ഞ മൃദുശിലയിലാണ് നമ്മൾ സീലുകൾ ഉണ്ടാക്കുന്നത്. അതുപോലെ വെയിറ്റ് മെഷർമെൻറ്റിന് വേണ്ടി നമ്മൾ വെയിറ്റുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് ചെർട്ട് എന്ന് പറയുന്നൊരു ടൈപ്പ് സ്റ്റോൺ ആണ്. എക്സ്ചേഞ്ചേഴ്സ് വെയർ റെഗുലേറ്റഡ് ബൈ പ്രിസൈസ് സിസ്റ്റം ഓഫ് വെയ്റ്റ്സ്.
അവർ കൃത്യമായ ഒരു അളവ് തൂക്കം പാലിച്ചിരുന്നു. സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന ആൾക്കാർ കൃത്യമായ ഒരു അളവ് തൂക്കം പാലിച്ചിരുന്നു. ആ അളവുകൾ ഉണ്ടാക്കാൻ, തൂക്കക്കെട്ടുകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന കല്ലെന്ന് പറയുന്നത് ചെർട്ടെന്ന് പറയുന്ന ഒരു സ്റ്റോണാണ്. ജനറലി ക്യൂബിക്കൽ വിത്ത് നോ മാർക്കിങ്സ്. അത് ഒരു ക്യൂബിക്കൽ ഷേപ്പിൽ, ക്യൂബിൻ്റെ ഷേപ്പിൽ ഇരിക്കുന്ന സ്റ്റോണാണ്. പ്രത്യേകിച്ച് അതിനകത്ത് മാർക്കിങ്ങുകളൊന്നും, അടയാളപ്പെടുത്തലും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല. നമ്മൾ നോക്കിയാൽ ലോവർ ഡിനോമിനേഷൻസ് ഓഫ് വെയ്റ്റ്സ് ആർ ബൈനറി. നമ്മൾ ചെറിയ വെയ്റ്റുകൾ, ഇപ്പോൾ നമ്മൾ ലോവർ വെയ്റ്റുകളൊക്കെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ബീഡ്സ് ഉണ്ടാക്കാനായിട്ട്, പിന്നെ ജ്വല്ലറി ഐറ്റംസ് ഉണ്ടാക്കാനായിട്ട്, അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ചെറിയ വെയ്റ്റ്സ് ഉണ്ടാക്കുന്നത്. ബീഡുകളുടെ അളവ് കറക്റ്റായിട്ട് അതിൻ്റെ നീളവും വീതിയൊക്കെ എങ്ങനെയാണെന്ന് നോക്കുക, അതിന് വേണ്ടിയിട്ട്. പിന്നെ ജ്വല്ലറി ഐറ്റംസ് ഉണ്ടാക്കാനായിട്ടൊക്കെയാണ് നമ്മൾ സ്മോൾ വെയ്റ്റുകൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു അളവെടുക്കുന്നത് ഒരു 2, 4, 8, 16, 32 അങ്ങനെ ഇരട്ടിച്ചിരട്ടിച്ച് പോകുന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ 2 മില്ലിമീറ്റർ കഴിഞ്ഞാൽ അടുത്തൊരു അളവ് വരുന്നത് 4 മില്ലിമീറ്റർ ആയിരിക്കും. ഇപ്പം നമ്മൾ 1, 2, 3, 4 എന്ന് പറയും പോലെ ഇവിടെ 2, 4, 8, 16, 32 അങ്ങനെ ഇരട്ടിച്ചിരട്ടിച്ച് പോകുന്നൊരു സിസ്റ്റമാണ് ഹാരപ്പക്കാർ ഫോളോ ചെയ്ത്. ഒറ്റ സംഖ്യകൾക്ക് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. ദെൻ വൈൽ ദ ഹയർ ഡിനോമിനേഷൻസ് ഫോളോഡ് ദ ഡെസിമൽ സിസ്റ്റം. ഇനി നമ്മൾ ഹയർ ആയിട്ടുള്ള ഡിനോമിനേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇഷ്ടികകൾ, അല്ലെ, നമ്മൾ ഒരുപാട് ബ്രിക്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇഷ്ടികകളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ വലിയ ഡിനോമിനേഷൻസ് ആണ് ഉപയോഗിച്ചത്. അത് ദശാംശത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള, ദശാംശ സമ്പ്രദായത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സിസ്റ്റമായിരുന്നു പറയാം. അപ്പോൾ 2 രീതിയിലുള്ള അളവ് തൂക്കങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് സ്മോളർ സൈസും മറ്റേത് ലാർജർ സൈസും. സ്മോളർ സൈസ് ഉപയോഗിക്കുന്നത് ജ്വല്ലറി, ബീഡ്സ് തുടങ്ങിയ ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കാനും, ലാർജർ ഡിനോമിനേഷൻസ് ബ്രിക്കുകൾ ഉണ്ടാക്കാനായിട്ട്, പിന്നെ അതുപോലെ കെട്ടിടങ്ങളുടെ നിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ 2, 4, 8, 16, 32 എന്ന് പറഞ്ഞ ഇരട്ട സംഖ്യകൾ, അങ്ങനത്തെ ബൈനറി നമ്പേഴ്സും. വലിയ തൂക്കങ്ങൾക്ക് നമ്മൾ എന്തും ചെയ്യും, ഡെസിമൽ സിസ്റ്റം അല്ലെങ്കിൽ ദശാംശ സമ്പ്രദായം നമ്മൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറയാം. ഇനി ഹിസ്റ്റോറിയൻസിൻ്റെ ഉള്ളിൽ ഈ ഹാരപ്പയിലൊരു ഏൻഷ്യൻ്റ് അതോറിറ്റി അല്ലെങ്കിൽ ഒരു കിങ് അല്ലെങ്കിൽ എന്താണ് ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അത് എങ്ങനെയാണ് നമ്മൾ ആ ഒരു രീതിയിലേക്ക് എത്തപ്പെടുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. നോക്കുക, there are 3 major views about the existence of a central authority in Harappan society. ഹാരപ്പൻ സൊസൈറ്റിയിൽ ഒരു സെൻട്രൽ അതോറിറ്റി ഉണ്ട് എന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഹാരപ്പയിൽ ഒരു സെൻട്രൽ അതോറിറ്റി എക്സിസ്റ്റ് ചെയ്തിരുന്നു ഉള്ളതിന് 3 പ്രധാനപ്പെട്ട വ്യൂ പോയിൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ സ്ഥാപിക്കാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഹാരപ്പയിലുണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചു അല്ലേ. ഇപ്പോൾ സീലുകൾ നോക്കി, വെയിറ്റ് ആൻഡ് മെഷേഴ്സ് നോക്കി, ദെൻ ബിൽഡിങ്സ് നോക്കി. അപ്പോൾ എല്ലാത്തിനും ഒരു കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ കോമൺ ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് ഈ പ്രദേശങ്ങളെല്ലാം ഒരൊറ്റ അതോറിറ്റിയുടെ കീഴിലാണ് വരുന്നതെന്നൊരു വാദം ആൾക്കാർക്കിടയിൽ, ഹിസ്റ്റോറിയൻസിൻ്റെ കീഴിലുണ്ട്. ചില ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, കുറേ ആൾക്കാർ അതിനെ ഓപ്പോസ് ചെയ്യുന്നു. എങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. Some archaeologists are of the opinion that there were no rulers in the Harappan society and that everybody enjoyed equal status. ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായപ്രകാരം അവർ പറയുന്നത് ഹാരപ്പൻ സംസ്കാര കാലഘട്ടത്തിൽ ഹാരപ്പയിൽ ഒരു റൂളേഴ്സും ഉണ്ടായിരുന്നില്ല, ഒരു ചക്രവർത്തിയോ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയോ ഉണ്ടായിരുന്നില്ല. ഹാരപ്പൻ സൊസൈറ്റി ആൻഡ് എവരിബഡി എൻജോയ്സ് ഈക്വൽ സ്റ്റാറ്റസ്. ഹാരപ്പയിൽ ഉണ്ടായിരുന്ന എല്ലാ ജനങ്ങൾക്കും ഈക്വൽ സ്റ്റാറ്റസ്, തുല്യമായ ഒരു സ്റ്റാറ്റസ് ആണ് ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. Then second option നോക്കുക, others are of the opinion that there were no single ruler but several rulers. അടുത്തൊരു ഗ്രൂപ്പ് പറയുന്നത് ഹാരപ്പയിൽ ഒരു റൂളർ ആയിരുന്നു, ഒറ്റ ഭരണാധികാരി ആയിരുന്നില്ല, പകരം ഒരുപാട് ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. മോഹൻജദാരോ ഹാഡ് എ സെപ്പറേറ്റ് റൂളർ, ഹാരപ്പ ഹാഡ് എ സെപ്പറേറ്റ് ആൻഡ് സോ ഓൺ. അപ്പോൾ അവരുടെ അഭിപ്രായപ്രകാരം ഹാരപ്പ ഭരിച്ചിരുന്ന ഒരു രാജാവാണ്, മോഹൻജദാരോ ഭരിച്ചിരുന്ന ഒരു രാജാവാണ്, കാലിബംഗൻ അടുത്തൊരാളാണ്. അങ്ങനെ ഓരോരോ പ്ലേസും ഭരിക്കുന്നത് ഓരോരോ രാജാക്കന്മാരാണെന്ന് ആര് പറയുന്നു? അടുത്തൊരു ഗ്രൂപ്പ് പറയുന്നു. ഇനി തേർഡ് ഗ്രൂപ്പ് പറയുന്നത് സം അതേഴ്സ് സജസ്റ്റ് ദാറ്റ് ദെയർ വാസ് എ സിംഗിൾ സ്റ്റേറ്റ്. കുറേ ആൾക്കാർ പറയുന്നത് ഹാരപ്പ ഒരു സിംഗിൾ സ്റ്റേറ്റ് ആയിരുന്നു, ഒരൊറ്റ പ്രദേശമായിരുന്നു. ദിസ് തിയറി വാസ് ബേസ്ഡ് ഓൺ ദ സിമിലാരിറ്റി ഓഫ് ആർട്ടിഫാക്ട്, പ്ലാന്റ് സെറ്റിൽമെൻറ്റ്സ് എക്സെട്ര. ആ ഒരു വാദഗതി മുന്നോട്ട് വയ്ക്കാനുള്ള കാരണം നമ്മൾ നോക്കിയാൽ ബേസ്ഡ് ഓൺ സിമിലാരിറ്റി ഓഫ് ആർട്ടിഫാക്ട്, നമ്മൾ അവിടെ കണ്ടെത്തിയ ആർട്ടിഫാക്റ്റുകൾ എന്ന് വെച്ചാൽ ടൂൾസ്, സീൽസ്, വെയിറ്റ് തുടങ്ങിയ കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ പ്ലാന്റ് സെറ്റിൽമെൻറ്റ്സും, ആസൂത്രണം ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന സെറ്റിൽമെൻറ്റുകളും ആവാസവ്യവസ്ഥയും അല്ലെങ്കിൽ ആ വാസസ്ഥലങ്ങളും ഒക്കെയാണ് ആ ഒരു ചിന്താഗതിയുടെ പിന്നിലുള്ള കാര്യങ്ങൾ. അതായത് ഹാരപ്പയിൽ എന്താണ്, ഹാരപ്പ ഒറ്റ സ്റ്റേറ്റാണ്, ഒറ്റ പ്രദേശമാണ്
എന്നുള്ളൊരു വാദം വരാനുള്ള കാരണം. ഇനി അടുത്ത ലാസ്റ്റ് ഓപ്ഷൻ നോക്കുക. ഇറ്റ് കൺസിഡേർഡ് ബീങ് മോർ പ്ലേസിബിൾ ആസ് ഇറ്റ് ഈസ് ഡൗട്ട്ഫുൾ ദാറ്റ് സച്ച് കോംപ്ലക്സ് ഡിസിഷൻസ് വെർ മെയ്ഡ് ആൻഡ് ഇംപ്ലിമെന്റഡ് കളക്റ്റീവ്ലി ബൈ എൻറ്റയർ കമ്മ്യൂണിറ്റീസ്. നാലാമത്തെ ഗ്രൂപ്പിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ, ലാസ്റ്റ് ഒപ്പീനിയൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോംപ്ലക്സ് ഡിസിഷൻസ് വെർ മെയ്ഡ് ആൻഡ് ഇംപ്ലിമെന്റഡ് കളക്റ്റീവ്ലി ബൈ എൻറ്റയർ കമ്മ്യൂണിറ്റീസ്. ഹാരപ്പയിൽ രാജാവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ വന്നാലും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതും അത് നടപ്പിലാക്കുന്നതും കളക്റ്റീവ്ലി ബൈ എൻറ്റയർ കമ്മ്യൂണിറ്റീസ്, എല്ലാ കമ്മ്യൂണിറ്റീസും കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ക്രൂഷ്യലായിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്യാനായിട്ട് എല്ലാ കമ്മ്യൂണിറ്റീസും കൂടെ ഒരുമിച്ച് നിന്ന് കൂടിയാലോചിക്കുകയും വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത വാദഗതികളാണ് ഇതിനകത്തുണ്ടായിരുന്നത് ഹാരപ്പയെക്കുറിച്ചുള്ള, ഹാരപ്പയിലെ അതോറിറ്റിയെക്കുറിച്ചുള്ള കാര്യങ്ങൾക്കകത്തുള്ളത്. ഇനി അടുത്തൊരു പ്രശ്നം നോക്കുക. ഈ ഹാരപ്പയിലുണ്ടായിരുന്ന രാജഭരണമാണ് എന്ന് പറയാനുള്ളൊരു കാരണം എന്തൊക്കെയാണെന്ന് നോക്കുക. എ ലാർജ് ബിൽഡിംഗ് ഫൗണ്ട് ഇൻ മോഹൻജദാരോ വാസ് ലേബിൾഡ് ആസ് എ പാലസ് ബൈ ആർക്കിയോളജിസ്റ്റ് ബട്ട് നോ സ്പെക്ടാക്കുലർ ഫൈൻഡ്സ് വെർ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ഹാരപ്പയിലെ ഒരു വലിയ മന്ദിരം അല്ലെങ്കിൽ വലിയൊരു ബിൽഡിങ്, അതിനെ കുറച്ച് ആർക്കിയോളജിസ്റ്റുകൾ പറയുന്നത് ഒരു പാലസ് എന്നാണ്, അതായത് ഒരു രാജകൊട്ടാരം എന്നാണ് വിളിക്കുന്നത്. പക്ഷേ അതിന് വ്യക്തമായ തെളിവുകളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആ ഒരു വലിയ ബിൽഡിങ്ങിനെ നമ്മൾ എന്തായിട്ട് വിളിക്കുന്നുണ്ട്, പാലസ് എന്ന് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ സ്വാഭാവികം പാലസ് ഉണ്ടെങ്കിൽ അവിടെ വസിക്കുന്ന ആൾക്കാരായിരിക്കും രാജാവായിരിക്കും എന്ന് വാദഗതി പറയുന്നുണ്ട്. ഇനി 2, എ സ്റ്റോൺ സ്റ്റാച്യു വാസ് ലേബിൾഡ് ആൻഡ് കണ്ടിന്യൂസ് ടു ബി നോൺ ആസ് ദ പ്രീസ്റ്റ് കിങ്. ഹാരപ്പയിൽ നമുക്ക്, അല്ലെങ്കിൽ മോഹൻജദാരോ, ഹാരപ്പയിലുള്ള മോഹൻജദാരോ നമുക്കൊരു വസ്തു കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു സ്റ്റാച്യു, സ്റ്റോൺ സ്റ്റാച്യു, കല്ലുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതിമ കിട്ടിയിട്ടുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നത് പ്രീസ്റ്റ് കിങ് എന്നാണ്. പ്രീസ്റ്റ് കിങ് എന്ന് വെച്ചാൽ പുരോഹിതനായിട്ടുള്ള രാജാവ്, പുരോഹിത രാജാവ് എന്ന് പറയുന്നൊരു പ്രതിമ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ വെച്ചിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ രാജഭരണം നിലനിന്നിരുന്നു കുറേ ആൾക്കാർ വാദിക്കുന്നുണ്ട്. ദിസ് ഈസ് ബിക്കോസ് ആർക്കിയോളജിസ്റ്റ് വെയർ ഫെമിലിയർ വിത്ത് മെസോപ്പൊട്ടോമിക് ഹിസ്റ്ററി ആൻഡ് ഇറ്റ്സ് പ്രീസ്റ്റ് കിങ്സ് ആൻഡ് ഹാവ് ഫൗണ്ട് പാരലൽസ് ഇൻ ദ ഇൻഡസ് റീജിയൻ. അതായത് മെസപ്പൊട്ടോമിയയിൽ ഈ പറയുന്ന രാജഭരണം ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കിയോളജിസ്റ്റുകൾക്ക് മെസപ്പൊട്ടോമിക് ഹിസ്റ്ററിയിൽ ഈ പറയുന്ന രാജഭരണം ഫെമിലിയർ ആണ്, അവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ഐഡിയ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ രാജഭരണം ഹാരപ്പയിലും ഉണ്ടായിരുന്നു എന്ന് അവർ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ രാജഭരണമാണ് ഹാരപ്പയിൽ നിലനിന്നു എന്നുള്ളതിന് 3 വാദഗതികളാണ് നമ്മൾ പറഞ്ഞത്. 1, മോഹൻജദാരോയിൽ കണ്ടെത്തിയ പാലസ് അല്ലെങ്കിൽ ഒരു വലിയ ബിൽഡിങ്. 2, അവിടെ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രീസ്റ്റ് കിങ് എന്ന് പറഞ്ഞൊരു പ്രതിമയുടെ കാര്യങ്ങൾ വെച്ചിട്ട്. 3, മെസപ്പൊട്ടോമിക് ഹിസ്റ്ററിയുമായിട്ട് നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോഴേക്കും മെസപ്പൊട്ടോമിയയിൽ എന്തുണ്ടായിരുന്നു, ഈ പറയുന്ന ഒരു രാജഭരണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അതേപോലെ തന്നെ എവിടെ ഉണ്ടായിരുന്നു, ഹാരപ്പയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ 3 വാദഗതികളാണ് ഇവിടെ ഉണ്ടായിരുന്ന ഹാരപ്പയിലെ ഏൻഷ്യൻ്റ് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതെന്ന് പറയാം.